my channel in the kitchen with Bindu. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പൈനാപ്പിൾ റൈസ് റെസിപ്പിയാണ്. ഒരു സ്പൈസി റെസിപ്പിയാണ്, പക്ഷെ അതേസമയം ഒരു വ്യത്യസ്തമായ രുചിയാണ്. ഇത് നമ്മൾ ചോറ് തയ്യാറാക്കി എടുത്തതിന് ശേഷം അത് ഈ പൈനാപ്പിളിന്റെ ഉള്ളിൽ തന്നെ നിറച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഞാൻ സാധാരണ സ്വീറ്റ് ആൻഡ് സവർ ചിക്കൻ ആണ് ഇതിന്റെ കൂടെ സെർവ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പൈനാപ്പിളിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കത്തി കൊണ്ട് അതിൻ്റെ അകത്തെ ഇങ്ങനെ ചെറുതായിട്ടൊരു ചതുര ആകൃതിയിൽ അത് മുറിച്ചിട്ട് ഇനി പതുക്കെ അത് കത്തി അതിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്നുള്ള കാമ്പ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ അകത്ത് ഒരു അതിനകത്ത് അത് ഹോളോ ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുനിന്നെല്ലാം നമ്മൾ വാർന്നെടുക്കാൻ പോവാണ്. എന്നിട്ടാണ് അതിനകത്താണ് നമ്മൾ ചോറ് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയുടെ അറ്റമൊക്കെ ഒന്ന് ഞാൻ മുറിച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തെ എല്ലാം നമ്മൾ വാർന്നെടുത്തിട്ട് ഒരു ഹോളോ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മളിപ്പോൾ ഇനി ചോറ് റെഡിയാക്കിയിട്ട് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ പൈനാപ്പിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ വേണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ പൈനാപ്പിളും അതിൻ്റെ ജ്യൂസും കൂടി അതൊരു 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുമന്ന മുളക് ക്രഷ് ചെയ്തതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഈ സവാള വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന്. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാനൊരു 1 സ്പൂൺ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ചോറിനാകുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയും ഞങ്ങൾക്കിപ്പോൾ അത് മതി. അതുകൊണ്ടാണ് ഞാൻ ആ അളവിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്ന വരെ വഴിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൈനാപ്പിൾ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഈ ജ്യൂസൊക്കെ ഈ ചോറൊന്ന് അബ്സോർബ് ചെയ്ത് ആ ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് വരണം. ഇതൊന്ന് കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കാം നന്നായിട്ട്. ഇപ്പം നമ്മുടെ ചോറൊക്കെ നല്ല റെഡിയായിട്ട് ചൂടായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഹീറ്റ് എടുത്തിരുവാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ റൈസ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് നിറച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ചൊന്ന് മല്ലിയില തൂവിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ, ഈ അടപ്പ് അത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ അടച്ചു കൊടുക്കും. ഇത് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു തട്ടും വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ.
ഒക്കെ ഈ തട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഞാൻ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്കാണ് ഞാൻ ഈ പൈനാപ്പിൾ ഇറക്കി വെക്കാൻ വേണ്ടി പോകുന്നത്. ഈ പൈനാപ്പിളിന് പൊക്കം കൂടുതലായതുകൊണ്ട് നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഞാനിതൊന്ന് മൂടി വെക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നന്നായിട്ട് എഡ്ജ് ഒന്ന് ടൈറ്റായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേൽഭാഗം നല്ല കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് നല്ലതായിട്ട് ആവി നിന്നോളും. എന്നിട്ട് ഇനി ഇത് നമ്മൾ ഒരു 15 മിനിറ്റോളം അടുപ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൈനാപ്പിൾ റൈസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ചോറ് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഇതിനകത്തു നിന്നാണ് ഇത് സ്റ്റീം ചെയ്തെടുത്തതാണ് ഈ പൈനാപ്പിളിനകത്ത് വെച്ചിട്ട്. സോ നല്ല ടേസ്റ്റിയാണ്. ഒരു മധുരവും എരിവും എല്ലാം ഒരു തുല്യമായ അളവിൽ വരുന്ന ഒരു നല്ല റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.